Edify Learning കാറ്റഗറി 1 and 2 സിലബസ് ബേസ്ഡ് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ്. നിങ്ങളുടെ കേട്ടറ്റ് എക്സാമിനേഷനിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ക്വസ്റ്റ്യൻ ടാഗ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ, കേട്ടറ്റ് എക്സാമിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷ് ഭാഗത്തിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ടാഗ്. ആദ്യം തന്നെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ, ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ് ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. അതായത് നോക്കാം, നമുക്ക് ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അറ്റ് ദ എൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ, ഒരു പ്രസ്താവനയുടെ അറ്റത്ത് നമ്മൾ ചേർക്കുന്ന കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. നമുക്ക് മലയാളത്തിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു പെന്നാണ് എന്ന് ഞാൻ പറയാണ്, ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതൊരു പെന്നാണ്. ആ പെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു സംശയം, ഇത് പെന്ന് തന്നെയല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറയും ഇത് പെന്നാണ് അല്ലേ? ഇങ്ങനെ ഞാൻ ചോദിക്കുന്ന അല്ലേ, ആണോ, ഉണ്ടോ, ഇല്ലേ എന്നൊക്കെയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്, ഒരു പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നത് എന്തിനാ? അല്ലേ, ആണോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ പറഞ്ഞ കാര്യം അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ, കേൾക്കുന്ന ആള് ലിസണർ അത് എഗ്രി ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞ് അതിന്റെ അറ്റത്ത് നമ്മൾ ചേർക്കുന്ന ഇത്തരം ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മലയാളത്തില് നമുക്ക് അവിടെ ലിമിറ്റഡ് ക്വസ്റ്റ്യൻ ടാഗ്സേ ഉള്ളൂ. ആണോ, അല്ലേ, ഇല്ലേ, ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഇംഗ്ലീഷിന്റെ കേസിൽ അങ്ങനെയല്ല. അവിടെ ക്വസ്റ്റ്യൻ ടാഗ്സ് ഓരോ സെന്റൻസ് അതിന്റെ സബ്ജക്ട് മാറുന്നതിനനുസരിച്ച്, ടെൻസ് മാറുന്നതിനനുസരിച്ച്, ഓക്സിലറി വേർബിനനുസരിച്ച് എല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള കാര്യം നമുക്ക് പഠിച്ചെടുത്തേ പറ്റുള്ളൂ. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് അറ്റ് ദ എൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, ക്വസ്റ്റ്യൻ ടാഗ് is a small question that is attached or tagged at the end of a statement. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അറ്റത്ത് ടാഗ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ. എന്താണ് അത്, എന്തിനു വേണ്ടിയിട്ടാണ്? ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ യൂസ്ഡ് when asking for confirmation or agreement. നമ്മൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലിസണർ എഗ്രി ചെയ്യുന്നുണ്ടോ, ശരിയാണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അറ്റത്ത് നമ്മൾ ചേർക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക് റൂൾസ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 14 റൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മുന്നേ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 റൂള്, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 റൂൾസ് ആണ് ഇത്. നിങ്ങൾ എന്തൊരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസ് ആണ് ഇത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദി ഓക്സിലറി വെർബ്. ഐഡന്റിഫൈ ദി ഓക്സിലറി വെർബ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിലുള്ള ഓക്സിലറി വെർബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്? ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസിലെല്ലാം നമ്മൾ, നിങ്ങൾക്ക് അറിയാം, ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട്, ഒരു 24 ഓക്സിലറി വെർബ്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ആ ഓക്സിലറി വെർബ്സിനെ തന്നെ പ്രൈമറി ഓക്സിലറി വെർബ്സ്, മോഡൽ ഓക്സിലറി വെർബ്സ്, സെമി മോഡൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. There are 24 auxiliary verbs in English. Am, is, are, was, were, have, has, had, do, does, did, ഇത്രയും പ്രൈമറി ഓക്സിലറി വെർബ്സ്. പിന്നെ മോഡൽ ഓക്സിലറീസ് ആയിട്ട് can, could, shall, should, may, might, will, would എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓക്സിലറി വെർബ്സ് ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഈ റൂള് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ റൂൾ എന്താണ്? ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലുള്ള ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ റൂള്. സോ he is studying. He is studying എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവൻ പഠിക്കുകയാണ്. he is studying, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ എന്ന് നമുക്ക് ചോദിക്കണം. ഓക്കെ, അപ്പൊ അതിനകത്ത് he is studying എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഓക്സിലറി വെർബ് ഏതാണ്? ഓക്സിലറി വെർബ് ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം ഓക്സിലറി വെർബ് ഈസ്.
ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. നമ്മുടെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് പൊളാരിറ്റി. ഓപ്പോസിറ്റ് പൊളാരിറ്റി എന്ന് പറയും. ഓപ്പോസിറ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇതിനെയാണ് ഓപ്പോസിറ്റ് പൊളാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഇനി എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത്? നോ, നോട്ട്, നെവർ തുടങ്ങിയിട്ടുള്ള കുറച്ച് വേർഡ്സ്, അതല്ലാതെ കുറച്ചുകൂടെ വേർഡ്സ് ഉണ്ട്. സെൽഡം, സ്കാഴ്സ്ലി, ഹാർഡ്ലി എന്നൊക്കെ പറയുന്ന വേർഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഈ നോ, നോട്ട്, നെവർ പോലെ നെഗറ്റീവ് മീനിങ് വരുന്ന വേർഡ്സ്, ഈ വേർഡ്സ് ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെന്ന് പറയാം, ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹി ഈസ് സ്റ്റഡിയിങ് എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അതായത് സെന്റൻസിൽ എവിടെയും നോ, നോട്ട്, നെവർ, സെൽഡം, സ്കാഴ്സ്ലി, ഹാർഡ്ലി, പിന്നെ ഫ്യൂ, ലിറ്റിൽ എന്നൊക്കെ പറയുന്ന ഈ നെഗറ്റീവ് വേർഡ്സ് വന്നിട്ടില്ലെങ്കിൽ എവിടെ വരണം? ടാഗിൽ, ക്വസ്റ്റ്യൻ ടാഗിൽ അത് വരണം. ഹി ഈസ് സ്റ്റഡിയിങ്. അപ്പൊ നമ്മൾ ഇതിനകത്തുള്ള ഓക്സിലറി വേർബ് ഐഡന്റിഫൈ ചെയ്തു, ഈസ്. നെക്സ്റ്റ് ഇവിടെ എവിടെ നെഗറ്റീവ് വേർഡ്സ് ഇല്ല. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് ഇസ് പോസിറ്റീവ്, സോ ദ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നോട്ട് ചേർത്ത് കൊടുത്തു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈസ് നോട്ട് എന്നല്ല, അതിന്റെ ഷോർട്ട് ഫോം ഈസന്റ്. ഈസ് നോട്ട് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ചുരുക്കിയിട്ട് ഈസന്റ് എന്ന് വേണം എഴുതാൻ. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് പ്രോനൗൺ സബ്ജക്റ്റ്. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടാഗിന്റെ, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ, നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ആണോ നമ്മൾ എഴുതുന്നത്, ആ ടാഗിലുള്ള സബ്ജക്റ്റ് ഒരു പ്രോനൗൺ ആയിരിക്കണം. എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ? പ്രോനൗണ്, നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോനൗൺ. അപ്പൊ എന്താ നൗണ്? നൗൺ എന്ന് പറഞ്ഞാൽ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസ്, ആനിമൽസ്, തിങ്സ് എക്സെട്ര. ആളുകളുടെ, സ്ഥലത്തിന്റെ, സാധനത്തിന്റെ ഒക്കെ പേരുകൾ, എന്തും ആയിക്കോട്ടെ, അതിന്റെ എല്ലാം പേരുകളാണ് നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോനൗൺ. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളുടെ പേര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാരഗ്രാഫ് നമുക്ക് എഴുതണം. ആ ആളെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതണമെങ്കിൽ ആ ആളുടെ പേര് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ബോറിംഗ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ആളുടെ പേരിന് പകരം, അതൊരു ബോയ് ആണെങ്കിൽ ഹി എന്ന് ഉപയോഗിക്കും, ഗേൾ ആണെങ്കിൽ നമ്മൾ ഷീ എന്ന് ഉപയോഗിക്കും, ഇനി ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇറ്റ് എന്ന് ഉപയോഗിക്കും, പ്ലൂറൽ ആണെങ്കിൽ ദേ എന്ന് പറയും, അല്ലെ? അപ്പൊ ഇതുപോലെയുള്ള ഐ, യു, they, we, he, she, it, ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. ഇതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടാഗ് അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കണം? ഒരു പ്രോനൗൺ ആയിരിക്കണം. ഇനി ഇവിടത്തെ സബ്ജക്റ്റ് പ്രോനൗൺ ആയിരിക്കണം ഇവിടെ എൻഡ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഇതിന് പകരം ഹി എന്ന് യൂസ് ചെയ്തതിന് പകരം ഇവിടെ ഒരാളുടെ പേരാണുള്ളതെങ്കിൽ അവിടെയും ടാഗിൽ നമ്മൾ ആ പേര് യൂസ് ചെയ്യാൻ പാടില്ല. അതിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രോനൗൺ വേണം യൂസ് ചെയ്യാൻ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂള് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം നമുക്കൊന്നുകൂടെ. ഹി ഈസ് സ്റ്റഡിയിങ്, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഹി ഈസ് സ്റ്റഡിയിങ് എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഐഡന്റിഫൈ ദി ഓക്സിലറി വേർബ്. നമുക്ക് കിട്ടി ഈസ്. അടുത്തത് നോക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. നമ്മൾ നോട്ട് ചേർത്ത് കൊടുത്തു, നോട്ടിനെ ചുരുക്കിയിട്ട് ഈസന്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ പ്രോനൗൺ സബ്ജക്റ്റ് ഏതാണ്? പ്രോനൗൺ സബ്ജക്റ്റ് ഹി. ഈസന്റ് ഹി. ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ടാഗ് വരാൻ പോകുന്നത്. ഇനി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് നോക്കാം. ഹി ഈസന്റ് സ്റ്റഡിയിങ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഹി ഈസന്റ് സ്റ്റഡിയിങ്. ഇവിടെ അവൻ ഹി ഈസ് സ്റ്റഡിയിങ്, അവൻ പഠിക്കുകയാണ്. ഇവിടെ ഹി ഈസന്റ് സ്റ്റഡിയിങ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, സോ ഇവിടെ ഹി ഈസന്റ് സ്റ്റഡിയിങ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഐഡന്റിഫൈ ദ ഓക്സിലറി വേർബ്. ഏതാ ഇവിടത്തെ ഓക്സിലറി വേർബ് വരുന്നത്? ഈസ്, അല്ലെ? അപ്പൊ ഈസ് എന്ന് നമ്മൾ എഴുതി. ഇനി സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവാ. കാരണം എന്താ? നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ. സ്റ്റേറ്റ്മെന്റിൽ നോട്ട് വന്നത് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ ടാഗിൽ നെഗറ്റീവ് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ടാഗിൽ നോട്ട് ചേർക്കേണ്ട, ഈസ് എന്ന് മാത്രം മതി. ഓക്കെ, അടുത്തത് പ്രോനൗൺ സബ്ജക്ട്. ഏതാണ്? ഹി. ആ ഹി ഇവിടെ ചേർക്കുന്നു. ഈസ് ഹി.
അപ്പൊ ഹി ഈസ് സ്റ്റഡിങ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ടാഗ് വരുന്നത് ഈസന്റ് ഹി എന്നും, ഹി ഈസൻ സ്റ്റഡിങ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ടാഗ് വരുന്നത് ഈസ് ഹി എന്നുമാണ്. അതായത് നേരെ ഓപ്പോസിറ്റ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആണ്. അത് നമുക്ക് മലയാളത്തിൽ തന്നെ നമ്മളൊന്ന് ആ ലോജിക് വെച്ചൊന്ന് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു എക്സാമ്പിൾ തന്നെ ഇതൊരു പെന്നാണ് എന്ന് പറയുമ്പോൾ, ഇതൊരു പേനയാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിന് ഞാൻ ടാഗ് ഉപയോഗിക്കുന്നത് എന്താ? അല്ലേ. അതായത് പേനയാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിന് ടാഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ എന്നാണ്. ഇതൊരു പേനയല്ല ആണോ? അപ്പൊ അല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ടാഗ് എന്താ യൂസ് ചെയ്തത്? ആണോ. അതേപോലെ തന്നെ ആ ഒരു ഡിഫറൻസ് തന്നെ ഇവിടെയും വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ്, ടാഗ് നെഗറ്റീവ്, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ്, ടാഗ് പോസിറ്റീവ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും ബേസ്. ഇനി നമുക്ക് ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഷീ ഈസ് ലേറ്റ്. ഷീ ഈസ് ലേറ്റ്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ് അല്ലെ? നമ്മൾ ആദ്യം പഠിച്ച റൂൾ ഏതാണ്? ഐഡന്റിഫൈ ദി ഓക്സിലറി വെർബ്. അപ്പൊ നമ്മൾ ഓക്സിലറി വെർബ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഈസ്. ഓക്കെ, അടുത്തത് എന്താ? സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുന്നു. ഏതാ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? പോസിറ്റീവ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നമ്മൾ നോട്ട് ചേർത്ത് നെഗറ്റീവ് ആക്കി, ഈസന്റ്. ഇനി നമ്മുടെ സബ്ജക്ട് പ്രോനൗൺ ഏതാ? സബ്ജക്ട് പ്രോനൗൺ ആയിട്ട് ഏതാ വരുന്നത്? ഷീ. ഈസന്റ് ഷീ? ഷീ ഈസ് ലേറ്റ്. ഈസന്റ് ഷീ? അവള് ലേറ്റ് ആണ് അല്ലേ? ഷീ ഈസ് ലേറ്റ്. ഈസന്റ് ഷീ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് അതിന്റെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഷീ ഈസന്റ് ലേറ്റ്. അവള് ലേറ്റ് അല്ല. ഷീ ഈസന്റ് ലേറ്റ്. അപ്പൊ ഇതേപോലെ തന്നെ ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. ഏതാണ് ഓക്സിലറി വെർബ്? ഈസ്. സോ നമ്മൾ ഈസ് എന്നിടത്ത് എഴുതുന്നു. നെക്സ്റ്റ്, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ്. കാരണം എന്താ? ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. സോ നമ്മൾ ടാഗ് പോസിറ്റീവ് ആക്കണം. അപ്പൊ ഇവിടെ നോട്ട് ഒന്നും ചേർത്ത് കൊടുക്കരുത്. അടുത്തത് നമ്മുടെ പ്രോനൗൺ സബ്ജക്ട്. പ്രോനൗൺ സബ്ജക്ട് ഏതാണ്? ഷീ. ഈസ് ഷീ? ഈസ് ഷീ? ഷീ ഈസ് ലേറ്റ്. ഈസ് ഷീ? ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ടാഗ് വരിക. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് നോക്കാം. ദേ ക്യാൻ ഹെൽപ്പ് ഹിം. ദേ ക്യാൻ ഹെൽപ്പ് ഹിം. ഏതാ ഇവിടെയുള്ള ഓക്സിലറി വെർബ്? ഏതാ ഓക്സിലറി വെർബ്? ക്യാൻ. ക്യാൻ. ഇനി സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. നോ, നോട്ട്, നെവർ, ഹാർഡ്ലി, സ്കാഴ്സ്ലി തുടങ്ങിയിട്ടുള്ള വേർഡ്സ് ഒന്നും ഇതിനകത്തില്ല. സോ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് പോസിറ്റീവ്. സോ ദ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ക്യാനിന്റെ കൂടെ നോട്ട് ചേർത്തിട്ട് നമുക്ക് എന്താ കിട്ടുക? കാൺട്ട്. കാൺട്ട്. അടുത്തത് പ്രോനൗൺ സബ്ജക്ട്. പ്രോനൗൺ സബ്ജക്ട് ഏതാ വരുന്നത്? ദേ. കാൺട്ട് ദേ. കാൺട്ട് ദേ എന്നായിരിക്കും ഇതിന്റെ ടാഗ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ദേ കാൺ ഹെൽപ്പ് ഹിം എന്നായിരുന്നു സ്റ്റേറ്റ്മെന്റ് എങ്കിൽ ടാഗ് എന്തായിരിക്കും വരിക? ആദ്യം തന്നെ നമ്മൾ ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്തു, ക്യാൻ. ഇവിടെ നോട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ നോട്ട് ചേർക്കണ്ട. നെക്സ്റ്റ് നമ്മുടെ പ്രോനൗൺ സബ്ജക്ട് എന്ന് പറയുന്നത് ദേ. ക്യാൻ ദേ. ക്യാൻ ദേ. ഓക്കെ, ഇങ്ങനെയാണ് ടാഗ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ റൂൾ എന്തായിരുന്നു? ഐഡന്റിഫൈ ദി ഓക്സിലറി വെർബ്സ് അല്ലെ? അപ്പൊ ഓക്സിലറി വെർബ്സ് എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പൊ ഞാൻ പറഞ്ഞു there are 24 ഓക്സിലറി വെർബ്സ് ഇൻ ഇംഗ്ലീഷ്. 24 ഓക്സിലറി വെർബ്സ് ആണുള്ളത്. അതിൽ തന്നെ ചെറിയൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പ്രൈമറി ഓക്സിലറി വെർബ്സ്, മോഡൽ വെർബ്സ്, സെമി മോഡൽ വെർബ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പ്രൈമറി ഓക്സിലറി വെർബ്സ് ആണ് ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഓക്കെ, ഇത്രയും പ്രൈമറി ഓക്സിലറി വെർബ്സ് ആണ്. ഇനി മോഡൽ വെർബ്സ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത് ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, വില്ല്, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഇത്രയും മോഡൽ വെർബ്സ് ആണ്. ഇനി സെമി മോഡൽസ് എന്ന് പറയുന്നത് സെമി മോഡൽസ് നീഡ്, ഡയർ, യൂസ്ഡ് ടു, ഔട്ട് ടു. ഇത്രയുമാണ് സെമി മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത്, സെമി മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇതിലേതാണോ നമ്മളുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഓക്സിലറി വെർബ് അതിനനുസരിച്ചാണ് നമ്മൾ ടാഗ്
നമ്മൾ ടാഗ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ടാഗ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇവിടെ ഏതാണ് ഓക്സിലറി വേർബ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ ആൻസർ നമ്മൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇത്രയുമാണ് നമ്മുടെ ഓക്സിലറി വേർബ്സ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറഞ്ഞത്, അടുത്ത റൂളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓപ്പോസിറ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞു അല്ലെ. അതായത് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, വൈസ് വേഴ്സ അല്ലെ, നേരെ തിരിച്ചും. അപ്പൊ ഇവിടെ ഈസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഈസിനെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈസിന്റെ കൂടെ നോട്ട് ചേർത്ത് ഈസിന്റെ എന്നാക്കി അല്ലെ. ഈസ് നോട്ട് എന്നുള്ളതിനേക്കാളും നമ്മൾ ടാഗിൽ ഷോർട്ട് ഫോം ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഈസിന്റെ കൂടെ നോട്ട് ചേർത്തിട്ട് അതിനെ ഷോർട്ട് ആക്കിയിട്ട് ഈസിന്റെ എന്നാക്കി മാറ്റി അല്ലെ. ഇനി സ്റ്റേറ്റ്മെന്റിൽ വാസ് എന്ന് വന്നാലോ? വാസ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ വാസിന്റ് ആയിട്ട് മാറും. ഈസ് ഈസിന്റ് ആയി, വാസ് വാസിന്റ് എന്നായി. അതായത് നോട്ട് ചേർക്കുമ്പോൾ വാസ് നോട്ട് എന്നുള്ളത് അതിനെ ഷോർട്ട് ആക്കിയിട്ട് വാസിന്റ് എന്നായി. പക്ഷേ ആമിന്റെ കാര്യം ഇത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. കാരണം ആമിന്റെ കൂടെ നോട്ട് ചേർത്തിട്ട് ആമിന്റ് എന്ന് എഴുതില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗില് ആമിന്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിട്ട് നമ്മൾ എഴുതുന്നത് ആറന്റ് ആണ്. ആമിന്റ്, എയിന്റ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം, എവിടെയെങ്കിലും ഒക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടാകും. പക്ഷെ അത് അതിന്റെ സ്റ്റാൻഡേർഡ് യൂസേജ് അല്ല. ലോക്കൽ ഇംഗ്ലീഷിലൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാകും, എയിന്റ് എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ എന്താണ് നമുക്ക് ടാഗിൽ യൂസ് ചെയ്യേണ്ടത്? ആറന്റ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആമന്റ് എന്ന് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിൽ നിങ്ങൾ വീണു പോകരുത്. ആമിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിട്ട് ഏതാണ് വരിക? ആമിന്റെ കൂടെ നോട്ട് ചേർത്താൽ നമ്മൾ ടാഗിൽ എഴുതേണ്ടത് ആറന്റ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ആറാണെങ്കിൽ ഇതേപോലെ തന്നെ ആറിന്റെ കൂടെ നോട്ട് ചേർത്ത് ആറന്റ്, weren't, hasn't, haven't, hadn't. ഓക്കെ, ഇത്രയുമാണ് പ്രൈമറി ഓക്സിലറി വേർബ്സിൽ വരുന്ന അതിന്റെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ശ്രദ്ധിച്ചു വെക്കാനുള്ളത് മറന്നു പോകരുത്. ആമിന്റെ കൂടെ നോട്ട് ചേർത്ത് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത് എന്താണ്? ആറന്റ് എന്നാണ് വരേണ്ടത്. ഓക്കെ, അടുത്തത് മോഡൽ ഓക്സിലറീസ് ആൻഡ് നെഗറ്റീവ്സ്. അതായത് ക്യാനിൻ്റെത് നമുക്കറിയാം, കാണ്ട്. പിന്നെ കുഡിൻ്റെത് കുഡിൻറ്റ്, ഷാളിൻ്റെത്. ഇവിടെ ഷാൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. ക്യാൻ, കാണ്ട്, കുഡ്, കുഡിൻറ്റ്, ഷാളിൻ്റെത് ഷാളിൻ്റ് എന്നല്ല പറയാ, ഷാണ്ട്. ഷാളിൻ്റ് അല്ല, ഷാണ്ട്. ഷുഡ്, ഷുഡിൻറ്റ്, ദെൻ വില്ല് അതുപോലെ തന്നെ ശ്രദ്ധിച്ചു വെക്കാനുള്ളതാണ്. വില്ലിൻ്റെത് അല്ല, എന്താണ് വരിക? വോണ്ട്. വില്ലിൻ്റെത് വോണ്ട്. ഷാൾ, ഷാണ്ട്, വില്ലിൻ്റെത് വോണ്ട്. നെക്സ്റ്റ് വുഡ്, വുഡൻറ്റ്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പ്രൈമറി ഓക്സിലറീസ് പറഞ്ഞതിൽ ഏത് ശ്രദ്ധിച്ചു വെക്കുക? ആമിൻ്റെത് നെഗറ്റീവ് ആയിട്ട് വരുന്നത് ആറന്റ് ആണ്. അതുപോലെ തന്നെ ഷാളിൻ്റെത് അല്ല, ഇറ്റ്സ് ഷാണ്ട്. വില്ലിൻ്റെത് അതുപോലെ വില്ലിൻ്റ് അല്ല, അത് വോണ്ട് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. I am late. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു am എന്ന് വരുമ്പോ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ടാഗ് വരേണ്ടത്? അതിൽ ഓക്സിലറി വേർബ് ആമിന്റെ നെഗറ്റീവ് ആയിട്ട് ആമിന്റ് നമ്മൾ യൂസ് ചെയ്യില്ല. എന്താ വേണ്ടത്? ആറന്റ്. ആമിന്റെ എന്താ വരിക? ആറന്റ്. ഇനി പ്രശ്നമൊന്നുമില്ല, ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച സെയിം റൂള് തന്നെ. സബ്ജക്ട് പ്രോനൗൺ എടുക്കുന്നു. ഏതാ ഇവിടുത്തെ സബ്ജക്ട് പ്രോനൗണ്? I. Aren't I am late. Aren't I എന്നാണ് ഇവിടത്തെ ടാഗ് വരിക. ഓക്കെ, ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ? അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ആം ആണെങ്കിൽ ആറന്റ്. അപ്പൊ ഇവിടെ ആം നോട്ട് വന്നിട്ടുണ്ടല്ലോ. ആം നോട്ട് വരാം, പക്ഷെ ആം നോട്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ ആം വരുമ്പം അതിന്റെ കൂടെ നോട്ട് ചേർത്ത് നോട്ട് എന്നല്ലല്ലോ ഇവിടെ നമ്മൾ ഷോർട്ട് ഫോം അല്ലേ എഴുതേണ്ടത്. പക്ഷെ ആ ഷോർട്ട് ഫോം എഴുതുമ്പം ആമന്റ് എന്ന് എഴുതാൻ പാടില്ല, ആം നോട്ട് എന്ന സ്റ്റേറ്റ്മെന്റിൽ വരും. അങ്ങനെ ആം നോട്ട് എന്ന് വന്നു കഴിഞ്ഞാൽ നോട്ട് ഒഴിവാക്കിയിട്ട് ആം എഴുതിയാൽ മതി, അവിടെ ആറെന്ന് പോയി എഴുതരുത്. അപ്പൊ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ആം ലേറ്റ്, ഐ ആം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ടാഗ് ആയിട്ട് നമുക്ക് ആറന്റ് എന്ന് വേണം. പക്ഷെ ആം നോട്ട് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പോസിറ്റീവ് ആയിട്ട് എന്താ നമ്മൾ എടുക്കുക? ആം എന്ന് മതി, അവിടെ ആറ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കാൻ നിൽക്കരുത്. ഓക്കെ, നെക്സ്റ്റ്
യു വിൽ ഹെൽപ്പ്, യു വിൽ ഹെൽപ്പ്. ഇവിടെ ഒരു കോമ വിട്ടുപോയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ അവിടെ കോമ ഇടണം, നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ടാഗ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. സ്റ്റേറ്റ്മെന്റ് കോമ പിന്നെ നമ്മുടെ ടാഗ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക്, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ യു വിൽ ഹെൽപ്പ്, യു വിൽ ഹെൽപ്പ്. അപ്പൊ നമ്മുടെ ഇവിടെ ഓക്സിലറി വെർബ് ഏതാണ്? വില്ല് അല്ലെ, വില്ല്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. വില്ലാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ നെഗറ്റീവ് പൊളാരിറ്റി അല്ല, അതിന്റെ നേരെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ടാഗ് എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കണം. ടാഗിന്റെ നെഗറ്റീവ് എന്താ വരിക? വില്ല്, നോട്ട്. വില്ലന്റ് എന്ന് പറയോ? ഇല്ല. എന്താ പറയാ? വോണ്ട്. അപ്പൊ നമ്മൾ ആ ഓക്സിലറി വെർബ് പിന്നെ ടാഗ് നെഗറ്റീവ് ആക്കി വോണ്ട്. ഇനി എഴുതേണ്ടത് എന്താ? സബ്ജക്ട് അല്ലെ. സബ്ജക്ട് എന്തായിരിക്കണം? പ്രോനൗൺ ആയിരിക്കണം. സബ്ജക്ട് പ്രോനൗൺ ഏതാണ്? യു. അപ്പൊ നമ്മൾ ആ യു എടുത്തിട്ട് എഴുതുന്നു. യു വിൽ ഹെൽപ്പ്, വോണ്ട് യു? യു വിൽ ഹെൽപ്പ്, വോണ്ട് യു എന്നായിരിക്കും ഇതിന്റെ ടാഗ് വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് യു വോണ്ട് ഫെയിൽ, യു വോണ്ട് ഫെയിൽ. അപ്പൊ നോക്കിക്കേ, വോണ്ട്. ഈ വോണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാന്ന് ആലോചിച്ചിരിക്കരുത്. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഈ വോണ്ട് എന്ന് പറയുന്നത് എന്താണ്? വിൽ നോട്ട് ആണ് അല്ലെ. അത് വില്ലിന്റെ എന്ന് എഴുതില്ല, അത് നമ്മൾ വോണ്ട് എന്നാണ് എഴുതുക. അപ്പൊ ഈ വോണ്ടിലുള്ള ഓക്സിലറി വെർബ് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? വില്ലാണ്. അപ്പൊ നമ്മൾ ഇവിടെ വില്ല് എന്ന് എഴുതുന്നു. അടുത്തത് ഇവിടെ നോട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നോട്ട് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഉള്ളത് എന്താ? സബ്ജക്ട് പ്രോനൗൺ. ആ സബ്ജക്ട് പ്രോനൗൺ എടുത്ത് എഴുതുന്നു. അപ്പൊ യു വോണ്ട് ഫെയിൽ, വിൽ യു? യു വിൽ ഹെൽപ്പ്, വോണ്ട് യു? യു വോണ്ട് ഫെയിൽ, വിൽ യു? ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് എഴുതേണ്ടത്? ടാഗ് വരേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ റൂൾസ്, ഈ ബേസിക് റൂൾസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, യു ഡോണ്ട് ലൈക്ക് സിൽക്ക് സാരീസ്, യു ഡോണ്ട് ലൈക്ക് സിൽക്ക് സാരീസ്. അപ്പൊ നമ്മൾ ഇനി ആലോചിച്ചെടുത്ത് എന്തൊക്കെയായിരുന്നു നമ്മുടെ ബേസിക് റൂൾ ആയിട്ട് വരുന്ന 3 റൂൾസ്? ഏതൊക്കെയായിരുന്നു? ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്, ഓപ്പോസിറ്റ് പൊളാരിറ്റി, സബ്ജക്ട് പ്രോനൗൺ. ഇത് 3 അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡോണ്ട് ലൈക്ക്, നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ ഓപ്ഷൻസ് കാണാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാകും. അപ്പൊ ചാടി കയറി ആദ്യം തന്നെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം വരുന്നത് നിങ്ങളെ തെറ്റിക്കാനുള്ള, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാനുള്ള ഓപ്ഷൻസ് എന്തായാലും അതിനകത്തുണ്ടാവും. അത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന തരത്തിലുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ നമുക്ക് അറിയാലോ, നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ആ പഠിച്ചതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഓക്സിലറി വെർബ് ഏതാണോ നമ്മൾ പഠിച്ച 3 റൂള് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടാഗ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അതിനുശേഷം ആ ടാഗ് ഓക്സിലറി വെർബിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ. ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച ഉത്തരം തെറ്റാണെന്ന് വിചാരിച്ചോ. ഓക്കെ. അപ്പൊ യു ഡോണ്ട് ലൈക്ക് സിൽക്ക് സാരീസ്. ഇനി ഇതിനകത്ത് നോക്കിക്കോ, ആദ്യം തന്നെ നമ്മൾ ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യുക. ഏതതിനകത്ത് വരുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്? ഓക്സിലറി വെർബ് ഡു. ഓക്കെ. ഡു ആണ് അതിനകത്ത് വരുന്ന ഓക്സിലറി വെർബ്. സോ ഡു, ആ ഡു നമ്മൾ എടുത്ത് എഴുതുന്നു. ഡു. ഇനി സ്റ്റേറ്റ്മെന്റിൽ നോട്ട് ഉണ്ട്, അപ്പം എവിടെ വേണ്ട? ടാഗിൽ നോട്ട് വേണ്ട. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നോട്ട് വേണ്ട. ഇനി സബ്ജക്ട് ഏതാ? നമ്മുടെ സബ്ജക്ട് പ്രോനൗൺ ആയിട്ട് വരുന്നത് ഏതാണ്? യു. ഡു യു? ഡു യു? യു ഡോണ്ട് ലൈക്ക് സിൽക്ക് സാരീസ്, ഡു യു? ഇങ്ങനെയായിരിക്കും അതിന്റെ ടാഗ് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഇവിടെ എവിടെയാന്ന് നോക്കിക്കേ. ഓപ്ഷൻ ബി, ഡു യു. ഡു യു ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളത് എന്തായാലും വരില്ല, കാരണം ഇവിടെ ഡിഡ് ആണ്. ടെൻസ് ഓക്സിലറി വെർബ് മാറിപ്പോയി, അതിന്റെ പാസ്റ്റ് ടെൻസ് ആയി പോയി. വോണ്ട് അല്ല, വോണ്ട് വരണമെങ്കിൽ ഏത് വരണമായിരുന്നു? വില്ല് വരണമായിരുന്നു. പിന്നെ വരുന്നത് ആർ എന്തായാലും അല്ല, കാരണം നമ്മുടെ ഓക്സിലറി വെർബ് ഡു ആണ്. അപ്പൊ നമുക്ക് നിസ്സംശയം പറയാം ഡു യു ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി നോക്കൂ, ഒന്ന് ആൻസർ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ആൻ ഹാസ് നോട്ട് കം ബാക്ക് യെറ്റ്. ആൻ ഹാസ് നോട്ട് കം ബാക്ക് യെറ്റ്. ഇത് വലിയ സംഭവമായിട്ടൊന്നും വിചാരിച്ചിരിക്കേണ്ട. നമ്മൾ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂളാണ് പഠിച്ചത്. ഇതിനേക്കാളും കുറച്ചുകൂടെ ലെവൽ കൂടിയത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കും. അതിന് മുന്നേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആൻ ഹാസ് നോട്ട് കം ബാക്ക് യെറ്റ്. ആൻ ഹാസ് നോട്ട് കം ബാക്ക് യെറ്റ്. ആൻ ഇതുവരെ വന്നിട്ടില്ല.
ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം അല്ലെ. അപ്പൊ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ടാഗ് ഇത് രണ്ടെണ്ണം ഇവിടെ തന്നിരിക്കുന്നത് നെഗറ്റീവ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉള്ളത്. പക്ഷെ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് അതൊന്ന് റൂൾസ് വെച്ച് ചെയ്ത് നോക്കാം. ആൻ ഹാസ് നോട്ട് കം ബാക്ക് യെറ്റ്. ആൻ, അപ്പൊ ഇവിടെ നമ്മുടെ ഓക്സിലറി വേർബ് വരുന്നത് ഹാസ്. അപ്പൊ നമ്മൾ ഹാസ് എന്ന് എഴുതി. അടുത്തത് ഇവിടെ നോട്ടാണ്, അതായത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് എവിടെ വേണ്ട? ടാഗില് നെഗറ്റീവ് വേണ്ട, ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഹാസ്. ഇനി സബ്ജക്റ്റ്, സബ്ജക്റ്റ് ആൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളുടെ പേര് തന്നിട്ടുണ്ടെങ്കിലും ടാഗിൽ എന്തേ വരാൻ പാടുള്ളൂ? പ്രോനൗണേ വരാൻ പാടുള്ളൂ. അപ്പൊ ആനിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ, അതൊരു ഗേളിന്റെ പേരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ലേഡിയുടെ പേരായതുകൊണ്ട് തന്നെ അവിടെ വരേണ്ടത് ഷീ എന്നുള്ള പ്രോനൗൺ ആണ്. അപ്പൊ ആൻ ഹാസ് നോട്ട് കം ബാക്ക് യെറ്റ്. ആൻ ഹാസ് നോട്ട് കം ബാക്ക് യെറ്റ്. ഹാസ് ഷീ. ഹാസ് ഷീ എന്നാണ് ഇതിന്റെ ടാഗ് വരിക. നോക്കാം നമുക്ക് ആൻസറിൽ എവിടെയാണ് ഓപ്ഷനിൽ ഹാസ് ഷീ. ഓപ്ഷൻ ബി, ഹാസ് ഷീ. ഇവിടെ ഹാസിന്റെ വരില്ല. ആദ്യം തന്നെ ഹാസ് വെച്ചിട്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ, രണ്ട് ഓപ്ഷൻ, ഒന്ന് ഹാസ്, ഒന്ന് ഹാസ് ആൻഡ് ഷീ. ഇവിടെ നോട്ട് വരാത്തത് എന്തുകൊണ്ടാ? ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തായാലും നോട്ട് വരില്ല, ആൻസർ തെറ്റാണ്. ഈസ് ഷീ, ഈസ് എല്ലാം അവിടെ ഹാസ് ആണ് നമ്മുടെ ഓക്സിലറി വേർബ്, അതുകൊണ്ട് ഇതും തെറ്റാണ്. ഏതാണ് നമ്മൾ കണ്ടുപിടിച്ച ഉത്തരം? ഹാസ് ഷീ തന്നെയാണ് ശരി ഉത്തരം. ഓക്കെ, അടുത്തത് ഓക്കെ. ഐ ആം എ ഫിഷർമാൻ. ഐ ആം എ ഫിഷർമാൻ. ഞാൻ പറഞ്ഞു, നമ്മൾ റൂൾസ് പഠിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ആമന്റ് ഉണ്ടാകും എന്ന്, അല്ലെ? ഫസ്റ്റ് ഓപ്ഷൻ ആമന്റ് നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ട് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആമന്റ്. പക്ഷെ നമ്മൾ അതിൽ വീണു പോകാൻ പാടില്ല. ഐ ആം എ ഫിഷർമാൻ. ഐ ആം എ ഫിഷർമാൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ദ ഓക്സിലറി വേർബ്, അല്ലെ? ഓക്സിലറി വേർബ് ഏതാണ്? ആം. ഓക്സിലറി വേർബ് ആം. ഇനി നമ്മൾ അതിനെ നോട്ടാക്കണം. അപ്പൊ നോട്ട് ചേർക്കുമ്പോൾ ആമന്റ് എന്ന് പറയില്ല, എന്താണ് പറയേണ്ടത്? ആറഞ്ച്, അല്ലെ? ആറഞ്ച്. ആറഞ്ച് ഐ. ആറഞ്ച് ഐ. ആറഞ്ച് ഐ. ഓപ്ഷൻ സി, ആറഞ്ച് ഐ ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, എം ഐ വരില്ല, എം ഐ തെറ്റാണ്. ആർ ഐ വരില്ല, ആർ ഐ തെറ്റാണ്. ഏത് തന്നെയാണ്? ആറഞ്ച്. ആറഞ്ച് മാത്രമല്ല, ഐ ആം എന്ന് വന്നു കഴിഞ്ഞാൽ ടാഗ് എന്താണ് വരിക? ആറഞ്ച്. പിന്നെ നമ്മുടെ പ്രോനൗൺ ആയിട്ട് ഐ. അപ്പൊ ആറഞ്ച് ഐ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഒന്ന് ചെയ്ത് നോക്കിക്കേ, എന്തായിരിക്കും ആൻസർ വരിക? നമ്മൾ പഠിച്ച 3 റൂൾസ്, അല്ലെ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 റൂൾസ്. ഐഡന്റിഫൈ ദ ഓക്സിലറി വേർബ്, ഓപ്പോസിറ്റ് പൊളാരിറ്റി, പ്രോനൗൺ, സബ്ജക്ട്. ഐഡന്റിഫൈ ദ ഓക്സിലറി വേർബ്. ഏതാണ് ഇവിടുത്തെ ഓക്സിലറി വേർബ്? ഓക്സിലറി വേർബ് ഹാവ്. ഓക്സിലറി വേർബ് ഹാവ്. ഹാവ്. ഇനി സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, ടാഗ് നമ്മൾ നെഗറ്റീവ് ആക്കി. ഹാവന്റ് we, haven't we. നമ്മുടെ സബ്ജക്ട് പ്രോനൗൺ we, haven't we. We have a good leader, haven't we? Okay, അപ്പൊ haven't we. ഓപ്ഷൻ സി, haven't we. haven't we. ഈ അസ്, ഇവിടെ അസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, തെറ്റാണ്. കാരണം വി എന്ന് പറയുന്ന പ്രോനൗണ്, അതിന് ആ പ്രോനൗണ് തന്നെയാണ് നമുക്ക് വരിക, haven't we. ഓക്കെ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. പിന്നെ ഹാവ് വി കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി ആയിട്ട് ഹാവ് വി കൊടുത്തിട്ടുണ്ട്. മാറിപ്പോവരുത്, അവിടെ ഹാവ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ടാഗിൽ ഹാവൻറ്റ് വേണം. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. we shan't go there. we shan't go there. ചെയ്ത് നോക്കിക്കേ, we shan't go there. എന്തായിരിക്കും അതിന്റെ ടാഗ് വരിക? we shan't go there. ഷാണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓക്സിലറി വേർബ് ഏതാണ്? ഏതിന്റെ നെഗറ്റീവ് ഫോം ആണ് എന്നുള്ളത് ആദ്യം ഓർത്തെടുക്കുക. ഏതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഷാണ്ട് എന്ന് പറയുന്നത്? ഷാൾ നോട്ട് ആണ് ഷാണ്ട്, അല്ലെ? ഷാൾ നോട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഷാൾ. പിന്നെ ഷാണ്ട് എന്ന് പറയുന്നത് ഷാൾ നോട്ട് ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം, നോട്ട് വേണ്ട, ടാഗില് നോട്ട് വേണ്ട. സോ ഷാൾ. ഇനി നമ്മുടെ സബ്ജക്ട് പ്രോനൗൺ ആയിട്ട് വരുന്നത് വി. അപ്പൊ എന്തായിരിക്കും അവിടെ ആൻസർ വരിക? സബ്ജക്ട് പ്രോനൗൺ ഷാൾ വി. വി ഷാൾ ഗോ there. ഷാൾ വി?
ഓക്കെ, ഇവിടെ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കുക. ഷാൾ വി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഷാൾ വി. ഇവിടെ ഷാഡ് വി തന്നെ കൊടുത്തിട്ടുണ്ട്. ഷാണ്ട് വരില്ല, കാരണം ഇവിടെ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് വേണ്ട. ഷുഡ് വരില്ല, കാരണം ഇനി ഷുഡ് നോട്ട് അങ്ങനെ ചേർത്തിട്ട് ഷാണ്ട് എന്നൊന്നും ആലോചിക്കരുത്. ഷാൾ നോട്ട് ആണ് ഷാണ്ട് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇതും വരില്ല. പിന്നെ ഷുഡ് അല്ല, ഷാൾ ആണ് നമ്മുടെ ഓക്സിലറി വെർബ്, അതുകൊണ്ട് ഇതും അല്ല ആൻസർ. ആൻസർ നമ്മൾ കണ്ടുപിടിച്ചത് തന്നെയാണ് ഷാൾ വി. ഷാൾ വി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓക്കെ. സോ ക്വസ്റ്റ്യൻ ടാഗിന്റെ പാർട്ട് 1 അതിന്റെ ബേസിക് റൂൾസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഇനി ഇതിന്റെ റൂൾസ് 1 to 14 റൂൾസ് നമുക്കിത് 1 by 1 ആയിട്ട് ഒന്നുകൂടി ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. അപ്പൊ അതിന്റെ പാർട്ട് 2 ആൻഡ് പാർട്ട് 3 ക്ലാസ്സുകൾ വഴിയെ വരുന്നുണ്ട്. അപ്പൊ അതിനു മുൻപ് ഈ ഒരു ഭാഗം കണ്ട് നോട്ട്സ് എല്ലാം എഴുതിയെടുത്ത് എല്ലാ സംശയങ്ങളും തീർത്ത് ഈ ക്ലാസ്സിൽ ഈ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചെയ്തു നോക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ബേസിക് നിങ്ങൾക്ക് ചിലപ്പം കിട്ടാത്ത ഈ ഒരു ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് നമ്മൾ പാർട്ട് 2 ആൻഡ് പാർട്ട് 3 ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നമുക്ക് കാണാം അടുത്തൊരു ക്ലാസ്സിൽ പാർട്ട് 2 ആൻഡ് പാർട്ട് 3. ഓക്കെ, ദെൻ ബൈ.